സ്വലാത്തുൽ ഫാത്തിഹ റബ്ബ് എനിക്ക് തന്നൊരു വരദാന, ഒരു ഞാമത്ത. അത് ഔലിയാക്കൾ മുഖേന കിട്ടിയത് തന്നെയാണ്. ഓ ഐ സീ. യെസ്, ഐ ആം ഇൻ ദി സീ. രണ്ട് കാക്കകള് ഇവിടെ വന്നിട്ട് ഇങ്ങനെ കരയും. നമുക്ക് മനസ്സിലായില്ല. പിന്നീട് അത് നമുക്ക് ഒരു വഴി നമുക്ക് കിട്ടി. നമ്മൾ മുടിഞ്ഞ സത്യം പറയണത് എന്തുകൊണ്ടാണ് കാക്ക കരയുന്നറിയോ? തടി അശുദ്ധിയുള്ള സ്ത്രീകൾ വന്നിട്ട് ഇതുമ തൊടുകയാണ്. ആ കൊടിന്റെ മുകളിൽ കാക്ക തൂറി. കണ്ടോ കണ്ടോ, കാക്കറിയാൻ കറക്റ്റ് കക്കൂസ് എവിടെയാണ്. ഇനിയെങ്കിലും ഊരി കളയടേ. മിനിങ്ങാണ് ഇത് കെട്ടി. അതിനുശേഷം ആ കാക്ക രണ്ടുപടെ വന്നിട്ടില്ല. തൊണ്ടേറെ ഭക്ഷണം ഇറക്കാൻ കഴിയൂല. തൊണ്ടേന്ന് ഭക്ഷണം ഇറക്കാൻ കഴിയൂല. ഡോക്ടർമാർ ഒഴിവാക്കി. ഞാൻ ഈ മദ്രസയിൽ വരാൻ പറഞ്ഞു, കൊണ്ടുവന്ന സുബ്ഹാനല്ലാഹ്. ഡോക്ടർമാർ ഒഴിവാക്കിയ സഹോദരനാണ്. ബുധനാഴ്ച പതിവ് വരും. ഇപ്പൊ മനുഷ്യ പൈസ കൊണ്ട് അളിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതൊക്കെ എന്താണ്? ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇതുപോലൊരു മജ്‌ലിസ് ഇവിടെ കൂടണമെങ്കിൽ ബാക്കി പറ. അതൊരു സയ്യിദിന്റെ കീഴിലല്ലാതെ വരാൻ കഴിയില്ല. അള്ളാഹു നമ്മളെ തങ്ങളുപ്പായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇയാൾക്ക് എന്താണ് വയ്യേ? തിരുവനന്തപുരത്തുള്ള ആൾക്കാരെ കണ്ടിട്ട് വരണമെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അപ്പൊ എന്താ ലോകത്തൊട്ടാകെ അറിയാം. തങ്ങൾ വാരിക്കോരി കൊടുക്കുക. ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ആർക്കും വാരിക്കോരി കൊടുക്കുന്നവളാണ്. ഒരുപാട് പേര് കടങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അങ്ങോട്ടാടേ തള്ളിക്കറി വരുന്നത്, അങ്ങോട്ട് ഇറങ്ങിക്കടാ. ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, നാളെ എന്റെ പെരന് ചെത്തിയ കുറച്ചേ പേരിന്റെ മജ്‌ലിസ് കാണുന്ന ഈ തേര് ഞങ്ങൾ കുടിക്കുന്നതോടുകൂടി എത്ര വലിയ മാരകമായ രോഗങ്ങൾ വൈറസ്യങ്ങൾ ശരീരത്തിലുണ്ടെങ്കിലും നീ കരിച്ചു കളയണമല്ലോ. ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ പൊട്ടനാ? നിങ്ങളുടെ വണ്ടിയിലേക്ക് എത്തിയ മക്കളെ ആറ്റക്കോയ തങ്ങൾ സ്നേഹ പൊന്മരമല്ലേ. അതെയോ? ശാന്തി സമാധാനം നിറയും മൊഴിത്തേൻ മധുരം പോൽ തന്നവരല്ലേ. എന്നാലും ഞങ്ങൾക്ക് അത്ര വിശ്വാസം പോരാ. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും.